ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുധീഷും നിധിയും കൂടെ നിധിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പോവാട്ടോ. ഒരു കാറിലാണ് പോകുന്നത്. പോകുന്ന സമയത്ത് സുധീഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നേരെ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സാധാരണ സുധീഷ് അങ്ങനെയല്ല. അവിടെ എത്തും വരെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ നിധിക്ക് അത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും പക്ഷെ ഇന്ന് നിധിക്ക് എന്തോ നമ്മളെ സുധീഷ് ഇങ്ങനെ സംസാരിക്കാതെ ഇരുന്നപ്പോൾ നിധിക്ക് നല്ല ഫീൽ ആയിട്ടുണ്ട്. അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആളൊന്നും സംസാരിക്കുന്നില്ലല്ലോ, എന്തോ ദേഷ്യത്തിലാണോ, എന്തോ മൗനവ്രതത്തിലാണോ, മിണ്ടില്ലാന്ന് തീരുമാനിച്ചോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹലോ ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, സാധാരണ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ മിണ്ടുന്നത് അതിന് ഇയാൾക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ആയാലും ഇയാൾക്ക് എന്താ, ഇന്നലെ ഞാൻ ലേറ്റ് ആയി വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ച് പേടിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതെല്ലാ കാര്യവും അതിന്റെ പിന്നിൽ ഇയാളുടെ അച്ഛനോ ചേട്ടനാണെങ്കിൽ അവർക്കത് ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടല്ലേ കിടന്നുറങ്ങാതിരുന്നത്. അതെനിക്ക് ഇന്ന് രാവിലെയാണ് മനസ്സിലായതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധീഷിന്റെ കാര്യം മനസ്സിലായി. സുധീഷ് മിണ്ടാതിരുന്നത് തലേ ദിവസത്തെ കാര്യം ആലോചിച്ചിട്ടാട്ടോ. സംഭവം നിധി ഉറക്കം ഒഴിച്ചിരുന്നത് ഏട്ടനും അച്ഛനും എന്തെങ്കിലും ചെയ്തോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണെങ്കിലും അത് സുധീഷിനെയും കൂടി ബാധിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സുധീഷ് വിചാരിച്ചത് അവനോടുള്ള സ്നേഹം കൊണ്ട് കാത്തിരുന്നു എന്നാട്ടോ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ കാരണം എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിയുമ്പോൾ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ശരിക്കും എനിക്ക് സുധീഷിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പേടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷിന് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. കാരണം അവന് വേണ്ടിയിട്ട് കാത്തിരിക്കാനും അവന് വേണ്ടിയിട്ട് സങ്കടപ്പെടാനും ടെൻഷൻ ആവാനൊക്കെ ഒരാളുണ്ടല്ലോ എന്നുള്ളത് ഒരു ചെറിയ ഹോപ്പ് ഉണ്ട്. നിധിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സുധീഷ് വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ നിധിക്ക് കാര്യം മനസ്സിലായി, ഇത് വേറെ എങ്ങോട്ടേക്കാണ് പറഞ്ഞു പോകുന്നതെന്ന് വിചാരിച്ചിട്ട് നിധി കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഓ മതി, നിർത്തിയേക്ക്, ഇനി മതി, സംസാരിക്കേണ്ട, ഒന്നും മിണ്ടാതിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഓ ഞാൻ സംസാരിച്ചാലും കുറ്റം, സംസാരിച്ചില്ലെങ്കിലും കുറ്റം, സംസാരിച്ചാൽ പറയൂ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്, സംസാരിച്ചില്ലെങ്കിൽ പറയൂ മിണ്ടാതിരിക്കുമ്പോൾ എന്തോ പോലെ ആവുന്നത്. ഇനി ശരി, ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുധീഷ് മിണ്ടാതിരിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഇന്റർവ്യൂവിന്റെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ സുധീഷിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാട്ടോ, ഞാൻ ഇറങ്ങുകയാണെന്നൊക്കെ നമ്മൾ നിധി പറയുമ്പോൾ സുധീഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ മിണ്ടുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നിധി ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങി പോയി കഴിഞ്ഞതിന് ശേഷം സുധീഷ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, പോയിട്ട് വരാമെന്നും കൂടി പറഞ്ഞില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നിധി ഇന്റർവ്യൂ സ്ഥലത്തെത്തി. അവിടെ പോയിട്ട് പറയുന്നുണ്ട്, 10 മണിക്ക് ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു, അപ്പോൾ അതിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് നമ്മളെ നിധി കയറുന്നുണ്ട്. കയറി കഴിഞ്ഞതിന് ശേഷം അവൾ വലിയ രീതിയിൽ ടെൻഷനൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഈ ഒരു ജോലിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയിലാണല്ലോ. അങ്ങനെ നമ്മളെ നിധിയോട് പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അവളുടെ ഫയല്, അതായത് അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കണ്ടതോടുകൂടി തന്നെ അവളെ സെലക്റ്റഡ് ആക്കിയിട്ടുണ്ട്. കാരണം ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ച കുട്ടിയാണ്. അപ്പം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളായതുകൊണ്ട് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് അതൊരു സ്റ്റാർട്ടപ്പ് ആണ് ആ കമ്പനി. അപ്പോൾ ഇവിടെ ഫ്രഷേഴ്സിനെ ആട്ടോ എടുക്കുന്നത്. അപ്പം നിധി ഒരു ഫ്രഷർ ആണല്ലോ. അപ്പം നിധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, സെലക്ട് ആക്കിയതിന് അതിന് ഇന്റർവ്യൂ ഒന്നും ചെയ്തില്ലല്ലോ, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്തിനാ ചോദിക്കുന്നത്, ഇയാളൊരു ഫ്രഷർ അല്ലേ, പിന്നെ ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ച കുട്ടിയല്ല, അപ്പം അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ എന്തായാലും. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജോബ് ചെയ്തിട്ടാണ് കാണിച്ചു തരേണ്ടത്. എന്തായാലും യു ആർ സെലക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണോ നമ്മൾ നിധി അവിടെ നിന്ന് ഇറങ്ങുന്നത്. നിധിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കാറിലേക്ക് നിധി ഓടി വരുമ്പോൾ നമ്മളെ സുധീഷ് അവിടെ കാറിൽ കിടന്ന് ഉറങ്ങാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നിധി കാറിൽ കയറി ഇരിക്കുമ്പോൾ അവിടെ ഒരു ദൈവത്തിന്റെ വിഗ്രഹം ഉണ്ടായിരിക്കും, ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും കാറിന്റെ. അത് നോക്കിയിട്ട് നമ്മളെ നിധി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കിട്ടിയതിനുള്ള താങ്ക്സ് ദൈവത്തോട് പറയുന്നതായിരിക്കും. അപ്പോൾ സുധീഷ് പെട്ടെന്ന് ഉണർന്നിട്ട്, ഓ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ, ഷൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ നിധി ആണെങ്കിൽ മിണ്ടല്ലേ എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട്. കാരണം അവൾക്ക് കുറച്ചും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള രീതിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സുധീഷിനോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ, സെലക്ട് ആയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് കൺഗ്രാജുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ നിധിയുടെ കണ്ണിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര സങ്കടമായി, സന്തോഷം കൊണ്ടുള്ള സങ്കടം കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷ് ആണെങ്കിൽ ജോബിന് എത്രയാണ് സാലറി എന്നൊക്കെ ചോദിക്കുമ്പോൾ 20,000 എന്ന് പറയുമ്പോൾ സുധീഷിന് എന്തോ ഭയങ്കര ഒരു പുച്ഛം. അതായത് സുധീഷിന് അതിനേക്കാൾ കിട്ടുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഞാൻ വെറും ഡ്രൈവർ പണിയാണ് ചെയ്യുന്നത്, എനിക്ക് എന്തായാലും നിധിക്ക് കിട്ടുന്നതിനെക്കാട്ടി ഡബിൾ ഞാൻ വാങ്ങിക്കുന്നുണ്ട്,
പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ നിധി പഠിക്കാൻ എത്ര ലക്ഷം രൂപ എടുത്തു, 15 ലക്ഷം രൂപ ഒക്കെ എടുത്തോ, എന്നിട്ട് അതിന്റെ പലിശ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തരം താഴ്ത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ നിധിക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല. നിധി പറയുന്നുണ്ട് എല്ലാ കമ്പനിയിലും ഇങ്ങനെ തന്നെയാണ്, സ്റ്റാർട്ടിങ് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ വർഷം കഴിയുന്തോറും കൂടിക്കോളും, പിന്നെ അത് മാത്രമല്ല ഞാനൊരു ഫ്രഷർ അല്ലേ, അപ്പൊ ഇത്രയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ സുധീഷിന് ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ, നിധി തന്നേക്കാൾ കൂടുതൽ സാലറി വാങ്ങുമ്പോൾ അത് തനിക്കൊരു പ്രശ്നമാണ് എന്നുള്ള ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതും അവിടെ പറയുന്നുണ്ട്, എന്തായാലും എന്നേക്കാൾ കുറവായതുകൊണ്ട് നമ്മൾക്കിടയിൽ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട് കേട്ടോ, നമ്മൾക്കല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്കിടയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ നിധിക്ക് 20,000 ആണെങ്കിൽ 20,000 അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. അവളെ സംബന്ധിച്ച് ഒരുപാട് കാലമായിട്ട് ജോലിക്ക് വേണ്ടി തിരയുകയില്ലായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ തന്നെ കിട്ടിയത് അവള് പറയുന്നത് അവൾക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാലറി പാക്കേജിനെ കുറിച്ച് തരം താഴ്ത്തി നമ്മളെ സുധീഷ് പറഞ്ഞ നിധിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ സുധീഷിന് സംഭവം മനസ്സിലായ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഓ വേണ്ടില്ലായിരുന്നു, പറയേണ്ടില്ലായിരുന്നു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നിധി വലിയ ഭാഗ്യവതിയാണ്, രണ്ടാമത്തെ ഇന്റർവ്യൂ തന്നെ കിട്ടിയല്ലോ, എന്തായാലും 20,000 ഒക്കെ വലിയ കാര്യം തന്നെയാണ്, ഫസ്റ്റ് ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് പിന്നെ പ്ലേറ്റ് മാറ്റി പറയുന്നുണ്ട് കേട്ടോ, അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. സംഭവം അവൾക്ക് കാര്യം മനസ്സിലാവും. അവള് പറയുന്നുണ്ട്, മിണ്ടാതിരുന്നിട്ട് നേരെ നോക്കി ഒന്ന് വണ്ടി ഓടിച്ചാൽ മതി, അതാണ് ഇയാൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മളെ നിധിക്ക് കുറച്ച് കൊണ്ടിട്ടുണ്ട് സുധീഷിന്റെ ഈ സംസാരം. പക്ഷെ നിധിയെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു 20,000 രൂപയ്ക്കാണെങ്കിൽ കൂടി അവള് പറയുന്നുണ്ട്, ജോലിയുടെ സാലറിനെക്കാട്ടി വലുത് അത് തരുന്ന സ്റ്റാറ്റസ് അല്ല ഏറ്റവും വലുത് എന്നൊക്കെ അവള് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ നിധി ഇത്രയും കാലം കാത്തിരുന്ന ജോബ് കിട്ടി. അവൾക്ക് എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും കാലം അവൾ കാത്തിരുന്നതും അതിനു വേണ്ടി തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ അവർ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളെ ഹരീഷിന്റെ ഷോപ്പാണ്. അവിടെ നമ്മളെ ഹരീഷും അതുപോലെ തന്നെ ചന്തും ടിറ്റും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാട്ടോ നമ്മളെ നീതു ഇങ്ങനെ അതുവഴി കടയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ ചന്തും ടിറ്റോ ഇത് കാണുമ്പോൾ ഹരീഷിനോട് പറയുന്നുണ്ട് കേട്ടോ, ഹരീഷ് ഇത് കണ്ട പാടെ എണീറ്റിട്ട് എനിക്ക് ചായ കുടിക്കാൻ പോകണം, എനിക്ക് വേറെ വണ്ടി എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തോ നീതുവിന് ഫേസ് ചെയ്യാനുള്ള ചെറിയൊരു മടി ആ ഒരു പ്രശ്നത്തിന്റെ ശേഷം. അപ്പോൾ അത് അവർക്ക് കാര്യം മനസ്സിലാവുമ്പോൾ അവർ പറയുന്നുണ്ടോ, നീ അവളെ കണ്ടിട്ടാണ് ഇവിടുന്ന് പേടിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവളെ കണ്ടിട്ട് ഞാൻ എന്തൊരു പേടിക്കണം, എൻ്റെ കടയിൽ ഞാൻ പണിയെടുക്കുന്നതിന് എനിക്കെന്താ അവളെ കണ്ട് പേടിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഇരുന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവളവിടെ വന്നിരിക്കുന്നുണ്ട്. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അവളെല്ലാവർക്കും ഒരു സ്വീറ്റോ അങ്ങനെ എന്തോ ഒരു മിഠായി കൊടുക്കുന്നുണ്ട് കേട്ടോ, പാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് അത് നമ്മളെ ഹരീഷിന്റെ കയ്യിലും കൊണ്ടുപോയി കൊടുക്കും. ഹരീഷ് അത്ര വാങ്ങാൻ വേണ്ടി കൂട്ടാക്കില്ല, ചെറിയൊരു ഈഗോ ഒക്കെ ഇടും. നീതു ആണെങ്കിൽ സോറി ഒക്കെ പറയുന്നുണ്ട്. നിധി പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നീതു അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് സോറി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീതു ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് എന്നാ പറഞ്ഞുകൂടായിരുന്നു, ഒരു ഇഷ്യൂ നിന്നെ പറയാന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചോദിക്കും അത് എന്താ ഇഷ്യൂ എന്ന്, അതായിരിക്കും നിനക്ക് പിന്നെ അറിയേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത്. അപ്പോൾ അവള് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇനി ഈ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അതവിടെ ക്ലോസ്, നമുക്ക് എന്തായാലും പഴയ രീതിയിലാവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് എടുത്ത വഴിക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ വീണ്ടും നീ കോൾ ചെയ്യുമല്ലേ? അതെ, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ കോൾ ചെയ്യും, അത് ഇന്ന സമയമെന്നൊന്നുമില്ല, എനിക്ക് നിന്റെ സൗണ്ട് എപ്പോൾ കേൾക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ വിളിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹരീഷിന് കോൾ ചെയ്യുന്നത് കുറച്ച് ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നീതുവിനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞ് നീതു ഇവിടുന്ന് പോവുകട്ടെ ചെയ്യുന്നത്. അപ്പോൾ നീതു പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹരീഷ് നീതു കൊടുത്ത സ്വീറ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് നീതു പിന്നെ വന്ന് നോക്കുമ്പോൾ കാണുന്നൊക്കെ ഉണ്ട്, ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നീതു ഇവിടുന്ന് പോകുന്നത്. എന്തായാലും ഹരീഷിന്റെയും നീതുവിന്റെയും പ്രണയം ഇനി ഏത് രീതിയിൽ സഞ്ചരിക്കുമെന്നും അതുപോലെ തന്നെ നിധിയുടെ ജോലി കാര്യങ്ങളും എല്ലാം നമുക്ക് കൂടുതൽ അറിയാനുണ്ടല്ലേ. അതുപോലെ തന്നെ നികേഷിന്റെ അമ്മയെ കാണാൻ ഇടവരുന്നുണ്ട്. അവരുടെ പഴയ സ്റ്റോറി ഒന്നും കൂടി പുതുക്കാനൊക്കെ ഉള്ള കാരണങ്ങളൊക്കെ ഇനി കഥയിൽ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.